വെൽക്കം ബാക്ക് ടു സുബ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ കണ്ടാലോ. രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ചമ്മന്തിയും. ഇവിടെ രണ്ട് പേർക്കും, അതായത് ഏട്ടനും ഇഷ്ടമല്ല, വസ്തുവിന് ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. എനിക്ക് എൻ്റെ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇഡലി അവിക്കാൻ വെച്ചിട്ട് ഇരുന്നപ്പോഴേക്കുണ്ട് വാസുദേവ് വന്നിട്ടുണ്ട്. അങ്ങനെ വസുവിന് കുറച്ച് നേരം താലോലം കുഞ്ചിക്കലൊക്കെ നടക്കും. അതിന് ശേഷം ഞാൻ പതുക്കെ അവിടെ ഇരുത്തിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ പണി നടക്കില്ല. അപ്പോൾ വന്നിരുന്ന് ഇന്ന് പോണ്ടമ്മ, ഞാൻ നാളെ പൊയ്ക്കോളാം. ആൾക്ക് ചെറിയൊരു മടിയുണ്ട്. അപ്പം അതിനായിട്ടുള്ള ഓരോരോ സീനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവനെ ചില്ലാക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില പറിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായ കറിവേപ്പില. അങ്ങനെ കറിവേപ്പിലേക്ക് എനിക്ക് പറിച്ചുകൊണ്ട് തന്നു. അതിനുശേഷം ഞാൻ ആ കറിവേപ്പില താളിച്ചു കേട്ടോ എൻ്റെ ചമ്മന്തിക്കറിക്ക് വേണ്ടിയിട്ട്. പിന്നെ വസുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കി യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം ഇവനെ ഞാൻ യൂണിഫോം ഇടിക്കാറുള്ളൂ, അല്ലെങ്കിൽ അത് അത്രയും ആ ഷർട്ടിനകത്ത് കാണും. അതുകൊണ്ട് ഭയങ്കര സേഫായിട്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. വീണ്ടും മാറ്റി നിൽക്കുന്ന ടൈം ഉണ്ടാവില്ല രാവിലത്തെ ഓട്ടപ്പാച്ചിൽ. അങ്ങനെ ഇന്ന് ഏട്ടന് പോകണ്ടാത്ത ദിവസമാണ്. സോ നമുക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് വസുവിന് സ്കൂളിലേക്ക് വിട്ടിട്ട് വേണം നമുക്ക് പോകാൻ. അതുകൊണ്ട് നമ്മൾ രണ്ടാളും കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് വസുവിനെ കൊണ്ടാക്കുന്നത്. അപ്പോൾ വസുവിന് അച്ഛൻ കൂടി വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് പോകാൻ അത്ര താല്പര്യമില്ല. പിന്നെ നമ്മൾ സർപ്രൈസൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുവന്ന് സ്കൂളിൽ വിട്ടത്. വസുവിന് സ്കൂളിലേക്ക് നമ്മൾ ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് തിരിച്ചു വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ആടിപ്പാടി, കാരണം ഇങ്ങനെ വല്ലപ്പോഴല്ല ഇങ്ങനെ ഒരുമിച്ചിരുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ, സൺഡേസിൽ മാത്രം. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡേ വരണം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇത്തിരി വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ ഈ കൈയും കാലൊക്കെ പിടിച്ചാണ് ഇത്തിരി വീഡിയോ എടുത്തു തരുന്നത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു തന്നപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടോ, ഇത്രയും വൈഡ് ആക്കല്ലേ, കുറച്ച് ക്ലോസപ്പിൽ എടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ വായിക്കകത്താണ് കൊണ്ട് വെച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എടുത്തു തരുന്നതിന് താങ്ക്സ്. പിന്നെ ഞാൻ വണ്ടിയുടെ താക്കോൽ എടുത്തുകൊണ്ട് വന്ന് നോക്കിയപ്പോൾ ഏട്ടൻ്റെ ബൈക്കിൻ്റെ താക്കോൽ. വീണ്ടും കുന്തം തിരിച്ച് കയറണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമാണ്. ഇതെല്ലാം പൊട്ടിക്കെട്ടി ഇറങ്ങി വീണ്ടും ഇതെല്ലാം തുറന്ന് കയറണ്ടേ, അതൊരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ എൻ്റെ വണ്ടിയുടെ താക്കോലും എടുത്ത് നമ്മൾ ആദ്യം പോണത് എൻ്റെ വണ്ടി സർവീസിന് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 വണ്ടിയിലാണ് കേട്ടോ ഇവിടുന്ന് പോണത്. അതുകൊണ്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ട് സർവീസിന് കൊടുത്തിട്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടോ. നമുക്ക് ഗ്രോസറീസ് മേടിക്കാനുണ്ട്. അപ്പം വസു ഇല്ലെങ്കിലേ നമുക്ക് സമാധാനമായിട്ടൊന്ന് മേടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര കരച്ചിൽ, ഇടി ബഹളം അവിടെ നടത്താറുണ്ട്. കാരണം താഴെ ഒരു ടോയ് ഏരിയ ഉണ്ട്. അപ്പം അവിടെ പോയി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവരില്ലെങ്കിൽ നമുക്ക് വില നോക്കി സമാധാനത്തെ ഓരോന്ന് പെറുക്കി എടുക്കാം. അങ്ങനെ നമ്മൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വില നോക്കി, നമ്മുടെ ബഡ്ജറ്റ് ഉണ്ട്, ഇത്ര രൂപയുടെ അകത്തേ നിൽക്കാൻ പാടുള്ളൂ, നമ്മുടെ ബഡ്ജറ്റ് നോക്കിയിട്ട് ആണ് കേട്ടോ നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് പെറുക്കിയെടുക്കുന്നത്. പിന്നെ ഇവിടെ വന്ന് കുറച്ച് യോഗട്ടും, പിന്നെ വസുവിന് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഒരു പാക്കറ്റ് ഫ്രഞ്ച് ഫ്രൈസ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചിക്കൻ, ബീഫ്, പോർക്ക് ഞാൻ കഴിക്കില്ല. ഏട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഉണ്ടാക്കുമെന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് മേടിക്കുന്നത് പോലും. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഉണ്ടാക്കി തരുമോ. വൈ നോട്ട്, നമുക്ക് ഉണ്ടാക്കുന്നതിന് നമുക്ക് പ്രശ്നമില്ല. നമ്മൾ കഴിച്ചില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കരുതെന്നൊന്നുമില്ലല്ലോ. അങ്ങനെ യോഗട്ട് കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ ഇത്. ഇങ്ങനെ നമുക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി സാധനങ്ങളൊക്കെ ഏട്ടൻ ഇടുന്നെടുക്കുന്നുണ്ട്. അപ്പോഴും നോക്കിയപ്പോൾ എൻ്റെ ഫേവറേറ്റ് കൂർക്ക ഇരിക്കുന്നു. കൂർക്ക എടുത്തില്ല. ഇത്രയും സാധനങ്ങളുള്ളതുകൊണ്ട് ഞാൻ പിന്നെ കൂർക്കയും കൂടെ എടുക്കാൻ നിന്നില്ല. പിന്നെ വസുവിന് എന്തെങ്കിലും മേടിക്കേണ്ടതെന്ന് ഓർത്തിട്ട് നമ്മൾ ഒരു കാറ് മേടിക്കാൻ വന്നു കേട്ടോ. കുറേ ദിവസം കൊണ്ട് പറയുന്നു റിമോട്ടിൻ്റെ ഒരു കാറ് വേണമെന്ന്. എനിക്കപ്പോൾ ഇത് മറ്റേ ഇങ്ങനെ മീൻ പിടിക്കുന്ന പോലത്തെ സംഗതിയില്ലേ, അത്. പിന്നെ ഏട്ടൻ പറഞ്ഞാൽ അതൊന്നും വേണ്ട, തല്ലിപ്പൊട്ടിച്ച് കളയുള്ളൂ, ചുമ്മാ എടുത്ത് വെറുതെ പൈസ കളയാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്, അതൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആ റിമോട്ട് കൺട്രോളിൻ്റെ കാറ് മേടിച്ചു കേട്ടോ.
പിന്നെ ഇവിടെ നമ്മൾ എന്താണ് നോക്കാൻ വന്നത്, എയർ ഫ്രയർ. ജസ്റ്റ് നോക്കി അത്ര തന്നെ. ഇത് വസുവിൻ്റെ കാറ് ഞാൻ ഒന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാണ്. പിന്നെ നമ്മുടെ ഓലയിലാണ് വന്നത് കൊണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത്, ഇത്രയും സാധനങ്ങളല്ല, ഒരു കിറ്റിലുള്ള സാധനങ്ങൾ അത്രയും നമുക്ക് വയ്ക്കാം. ഒരു ചെറിയൊരു കിറ്റ് മാത്രമേ എനിക്ക് ഹോൾഡ് ചെയ്യേണ്ടി വന്നുള്ളൂ. അത്ര സ്പേഷ്യസ് ആണ് അതിൻ്റെ ഉൾഭാഗം. അപ്പോൾ നമുക്ക് നമ്മൾ എവിടെ ഇങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ പോകണമെങ്കിൽ കാറില്ലെങ്കിൽ ഇതാണ് കേട്ടോ നമ്മൾ എടുക്കാറ്. പിന്നെ നമ്മൾ ദാഹിച്ച് വലഞ്ഞതിനെ കൊണ്ട് വരും വഴി ഒരു കരിക്ക് വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് പാട്ടെന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ ഉള്ളിലെ കാമ്പ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശർക്കരയൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള പീസാണെങ്കിൽ ശർക്കര ഇട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാനും ഒരു കരിക്ക് വാങ്ങിച്ചു, ഏട്ടനും ഒരു കരിക്ക് വാങ്ങിച്ചു കുടിച്ചു. നമ്മൾ നേരെ വീട്ടിൽ പോയി ഈ സാധനങ്ങളൊക്കെ വെച്ചു കേട്ടോ. പിന്നെ പോകുന്നിടത്തെല്ലാം ഇത് കൊണ്ട് നടക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഒരു ബുദ്ധനെ നോക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ കടകളിൽ കയറണമല്ലോ. ഒരു കടയിൽ കയറി അവർ പറയുന്ന വിലയ്ക്ക് മേടിക്കാൻ നമുക്ക് പറ്റില്ല. സോ നമ്മൾ ആദ്യം ഒരു കടയിൽ വന്നു, നോക്കി ഇവിടുത്തെ റേറ്റൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ അവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ കണ്ടു കേട്ടോ. കുഴപ്പമില്ല. ഈ ഫസ്റ്റ് നമ്മൾ കയറിയ കടകളിൽ വെച്ച് നോക്കുമ്പോൾ ഈ കട കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നി കേട്ടോ. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും. പിന്നെ നമ്മൾ ബുധനെ നോക്കിയിട്ട് വന്നപ്പോൾ നമ്മൾ അലഞ്ഞ് തിരിഞ്ഞു. ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ അത്രയും നേരം എടുത്തുട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു പേയാട് ഒരു കടയിൽ വന്നിട്ട് ഒരു ബിരിയാണി വാങ്ങിച്ചു. ഞാൻ ബീഫ് ബിരിയാണി ആയിട്ടാണ് വാങ്ങിച്ചത്. എനിക്കിപ്പം ചിക്കനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ ബീഫ് ബിരിയാണി വാങ്ങിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഏട്ടാ പായസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറയാം ഞാൻ ആദ്യമേ കുടിച്ചെന്നു. അപ്പം ഞാൻ കണ്ടില്ല, ഞാൻ എന്തോ ഫോണിൽ എനിക്കൊരു കോള് വന്നു. ആ സമയത്ത് ഫോണിൽ നോക്കിയിരുന്ന സമയം കൊണ്ട് ഏട്ടൻ അതിനകത്താക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് നേരെ അടുത്തുള്ള മലയങ്കിഴ ആൽത്തറ ജംഗ്ഷനിലുള്ള ഒരു ഷോപ്പിൽ വന്നിട്ടോ. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. അവിടെ ഇരിക്കുന്ന സാധനം നമ്മൾ പറയുന്ന രീതിക്ക് അവർ നമുക്ക് ഉണ്ടാക്കി തരും. നമ്മുടെ രീതി അനുസരിച്ച് മീൻസ് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി തരും. ഇവിടെ കയറിയപ്പോൾ എൻ്റെ പൊന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബുദ്ധനും അല്ലാണ്ട് മറ്റേ പണ്ടത്തെ ഡോക്കോമയുടെ സംഗതിയില്ലേ, ഇങ്ങനെ കുട്ടി കുട്ടി സാധനം, എന്തോ എൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ ഒരുപാട് ഇതുപോലെ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെല്ലാം നമ്മൾ നല്ല വിശദമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ഏത് ബുദ്ധൻ വേണോ ആ ബുദ്ധനെ നമുക്ക് എടുക്കാം. കണ്ട ഇഷ്ടംപോലെ പല എനിക്കറിയില്ല കേട്ടോ ഇതിനെന്താ പറയണേന്ന്, പല രീതിയിലുള്ള ടൈപ്പ് ബുദ്ധന്മാരില്ലേ, ഇങ്ങനെ ഉറങ്ങുന്നത്, കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ബുദ്ധന്മാരുണ്ടായിരുന്നു. പിന്നെ ബുദ്ധന്മാർ മാത്രമല്ല, മറ്റേ ചട്ടമ്പി സ്വാമി ഉണ്ട്, പിന്നെ ശ്രീനാരായണ ഗുരു, ഇതൊക്കെ ഉണ്ടപ്പോൾ നല്ല രസമുണ്ട്. എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ജസ്റ്റ് വീഡിയോ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. കാരണം ചിലർക്ക് ഇഷ്ടമല്ല ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഇതൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഗതിയാണ് കേട്ടോ. പിന്നെ കിടക്കണ ആമ, പിന്നെ ഉണ്ണി ഗണപതി, പിന്നെ കുഞ്ഞു കൃഷ്ണനും ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ആലിലയിൽ കിടക്കണ കൃഷ്ണൻ, പിന്നെ കുട്ടി ബുദ്ധൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തീരെ ചെറിയ ബുദ്ധൻ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങനെ കിടക്കണ ബുദ്ധൻ, ഏത് ബുദ്ധൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ ജസ്റ്റ് വിലയൊക്കെ ചോദിച്ചിട്ട് പോകുന്നു. അങ്ങനെ തിരിച്ചിറങ്ങിയപ്പോഴും ഇതും ഇങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ഐറ്റംസ് ആണ് കേട്ടോ. അത് അവരും നമുക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഓരോന്ന് കണ്ടു കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ ഡോക്കോമോയുടെ സാധനം. ഈ കാണുന്ന ചെയറും ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത്, കരിങ്കല്ലിൽ എന്തോ ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് ടർഫും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ വസുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു ലൈം കുടിക്കാനായിട്ട് വിസ്മയിൽ കയറി. ലൈമും കുടിച്ചിട്ട് നേരെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നു. വസുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് വസുവിനെ സ്കൂളിൽ നിന്ന് കൂട്ടാനായിട്ട് അച്ഛൻ വരുന്നത്. എല്ലാ ദിവസവും ചോദിക്കും അച്ഛൻ ഇന്ന് വരുമോ, അച്ഛൻ ഇന്ന് വരുമോ എന്ന്.
ഇതാണ് വസുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവാൻ സോജു. ഇത് ഇവാൻ സോജുവിൻ്റെ അമ്മ, അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അടുത്ത വ്ളോഗിൽ നീയും കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വസുവിനെയും കൂട്ടിയിട്ട് എൻ്റെ വണ്ടി എടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി വസുവിനെയും കൊണ്ടുപോയി. അവിടുന്ന് വണ്ടിയൊക്കെ നമ്മൾ എടുത്തു. ചെന്നപ്പോൾ ഉണ്ട് എൻ്റെ വണ്ടി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് സർവീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വസുവിനെയും കൂട്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് വസുവിന് സർപ്രൈസ് ആയിട്ട് നമ്മുടെ റിമോട്ട് കൺട്രോളിൻ്റെ കാർ കൊടുക്കുകയാണ് കേട്ടോ. വസു ഭയങ്കര സന്തോഷമായി. പിന്നെ ആള് ചോദിച്ചത് ഇത് റോബോട്ടായി മാറുമെന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞു റോബോട്ടാവില്ല, അത് നമുക്ക് പിന്നീട് വാങ്ങിക്കാം, ഇപ്പം കുട്ടി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും അവന് ഹാപ്പി ആയിട്ടോ അത് കൊടുത്തപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് സുബാബ വ്ലോഗ്സ്.